മാനേജ്മെൻറ്റിലെ ഏണിംഗ് പെർ ഷെയറുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. 12ാമത്തെ ക്വസ്റ്റ്യൻ. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഓഫ് നക്ഷത്ര ലിമിറ്റഡ് ഈസ് 3 lakh. അതായത് ഒരു സ്ഥാപനത്തിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, അതായത് പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്, അല്ലെങ്കിൽ നമ്മൾ നെറ്റ് പ്രോഫിറ്റ്, ജസ്റ്റ് ടാക്സും ഇൻട്രസ്റ്റും കുറക്കുന്നതിന് നമ്മൾ പ്രോഫിറ്റ് 3 ലക്ഷമാണ്. ക്യാപിറ്റൽ സ്ട്രക്ചർ തന്നിട്ടുണ്ട്. 10% ഡിബെഞ്ചർ 10 ലക്ഷം ഉണ്ട്, 20% പ്രിഫറൻസ് ഷെയർ 2 ലക്ഷം ഉണ്ട്, ഇക്വിറ്റി ഷെയർ 8 ലക്ഷം ഉണ്ട്, 100 ഷെയർ വെച്ചിട്ട്. ടാക്സ് റേറ്റ് നാട്ടിൽ 40%. നമ്മളോട് പറഞ്ഞത് ഏണിംഗ് പെർ ഷെയർ എത്രയാണ്, ഒരു ഷെയർ മേൽ എത്രയാണ് ലാഭം കിട്ടുക. ഒരു ഇക്വേഷൻ്റെ ഒന്നിൻ്റെ ആവശ്യമില്ല, സിമ്പിളായിട്ട് നമുക്ക് കണ്ടെത്താവുന്നതാണ്. ടോട്ടൽ എത്ര ഷെയറാണ് ഉള്ളത് നോക്കുക. 80,000 ഷെയറാണ്, 80,000 രൂപയാണ് ഇക്വിറ്റി ഷെയർ ഉള്ളത്. 100 ഈച്ച്, ഒന്നിന് 100 വെച്ചിട്ട്. അപ്പോൾ എത്ര ഷെയർ ഉണ്ട്? 8 ലക്ഷമാണ് ഇക്വിറ്റി ഷെയറിൻ്റെ വാല്യൂ. 100 ഈച്ച്, ഒന്നിന് 100 വെച്ചിട്ട് എന്ന് പറഞ്ഞാൽ 8,000 ഷെയറുകളാണ് ആകെ ഉള്ളത്. ഓക്കെ, നമുക്ക് എൻ്റെ കാൽക്കുലേഷനിലേക്ക് പോവാം. ടോട്ടൽ 8 ലക്ഷം ക്യാപിറ്റലാണുള്ളത്, ഡിവൈഡഡ് ബൈ 100 എന്ന് വെച്ചാൽ നമുക്ക് 8,000 ഷെയറുകളാണുള്ളത് കിട്ടി. 8,000 ഇക്വിറ്റി ഷെയറാണുള്ളത് കിട്ടി. ഇനി നമുക്ക് പ്രോഫിറ്റ് എത്ര ഉണ്ട് നോക്കാം. പ്രോഫിറ്റ് ക്വസ്റ്റ്യനിലേക്ക് മടങ്ങുമ്പോൾ ഇവിടെ ഉണ്ടോ, 3 ലക്ഷമാണ് പ്രോഫിറ്റ്. അതിൽ നമ്മൾ എന്തൊക്കെയാണ് കുറക്കണം എന്നറിയോ? 10% ഡിബെഞ്ചർ കൊടുക്കണം. 10% ഡിബെഞ്ചറിന് 10 ലക്ഷത്തിൻ്റെ ഡിബെഞ്ചറിന് 1 ലക്ഷം ഡിബെഞ്ചറിൻ്റെ ഇത് പോകും. അപ്പോൾ ഡിബെഞ്ചറുകാർക്ക് 10%, ദാറ്റ് മീൻസ് 1 lakh ഡിബെഞ്ചറുകാർക്ക് കൊടുക്കണം, പോലെ ഇൻട്രസ്റ്റ് കൊടുക്കണം. ഓക്കെ, നമുക്ക് ഈ 3 ലക്ഷം പ്രോഫിറ്റ് എന്നുള്ളതിൽ നിന്ന് എന്തൊക്കെ ഇനിയുള്ള എക്സ്പെൻസ് കുറക്കാം. പ്രിഫറൻസ് ഷെയർ 12% എന്ന് പറഞ്ഞാൽ 2 ലക്ഷത്തിൻ്റെ 12%. 2 ലക്ഷത്തിൻ്റെ 10% എന്ന് പറഞ്ഞാൽ 20,000 നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ 2% എന്നാൽ 4,000 ആണ്. അപ്പോൾ 24,000 പ്രിഫറൻസ് ഷെയറുകാർക്ക് നമ്മൾ 24,000 കൊടുക്കണം. ഓക്കെ, നെക്സ്റ്റ് പിന്നെ ആർക്കാണ് കൊടുക്കണ്ടേ? ഇത്രയല്ലേ ഉള്ളൂ. നെക്സ്റ്റ് ടാക്സ് ഉണ്ട്. ഇത് രണ്ടും കഴിച്ചിട്ട് ടാക്സ് 40% ഉണ്ട്. ഇവിടെ നമ്മളൊരു കാര്യം ചെയ്യണം. ടാക്സ്, അതായത് നമ്മൾ പ്രിഫറൻസ് ഷെയർ നമുക്ക് എക്സ്പെൻസ് ആയിട്ട് കുറക്കാൻ പറ്റില്ല. അപ്പോൾ തൽക്കാലം നമ്മളത് ഒഴിവാക്കുക. അപ്പോൾ ആദ്യം നമ്മളെ ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എത്ര? 3 lakh അല്ലേ. നമ്മളെ ഡിബെഞ്ചറിൻ്റെ ഇൻട്രസ്റ്റ് എത്ര? 1 lakh. അപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് എത്രയായി? ഏണിംഗ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആയി EBT, ഏണിംഗ് ബിഫോർ ടാക്സ് മാത്രം 2 lakh ആയി. അതായത് ടോട്ടൽ 3 lakh ഡിബെഞ്ചറുകാർക്ക് 1 ലക്ഷം കൊടുത്തു, ബാക്കി 2 ലക്ഷം ഉണ്ട്. ഓക്കെ, ഈ 2 ലക്ഷത്തിൽ ടാക്സ് എത്രയുള്ളത്? ടാക്സ് 40%. 2 ലക്ഷത്തിൻ്റെ 40% എത്ര? 1 ലക്ഷത്തിൻ്റെ 40% 40,000. 2 ലക്ഷത്തിനാകുമ്പോൾ 80,000. 2 ലക്ഷത്തിൽ നിന്ന് 80,000 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് 1,20,000 കിട്ടും. ഓക്കെ, ഈ 1,20,000 1,20,000 പ്രിഫറൻസ് ഷെയറുകാർക്കും ഇക്വിറ്റി ഷെയറുകാർക്കും കൊടുക്കാനുള്ളത്. അപ്പോൾ അത് മാത്രം എഴുതി തരാം. വന്ന വഴി മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. 1,20,000 1,20,000. നമ്മൾ 3 ലക്ഷം എന്നുള്ളത് 1,20,000 ആയി. അതായത് ഡിബെഞ്ചറിൻ്റെ ഇൻട്രസ്റ്റും പോയി, ടാക്സും പോയി. ഈ 1,20,000 ഇനി പ്രിഫറൻസ് ഷെയറുകാർക്ക് എത്ര കൊടുക്കണം നോക്കണം. പ്രിഫറൻസ് ഷെയറുകാർക്ക് കൊടുക്കണം. നമ്മൾ നേരത്തെ കണ്ടതിൽ തന്നെ പ്രിഫറൻസ് ഷെയർ 20,000, 2 ലക്ഷം പ്രിഫറൻസ് ഷെയർ ഉള്ളത്, 12% ആണ്. അപ്പോൾ 24,000 കൊടുക്കണം. അവരെ പ്രോഫിറ്റ് അല്ലെങ്കിൽ അവരെ ഇൻട്രസ്റ്റ് എന്തും പറയാം. 24,000 രൂപ പ്രിഫറൻസ് ഷെയറുകാർക്ക് കൊടുക്കണം. 1,20,000 അല്ലേ. 1,20,000 24,000 കുറച്ചാലും എത്ര കിട്ടുന്ന നമുക്ക് കണ്ടെത്താവുന്നതല്ലേ ഉള്ളൂ. 1,20,000 24 കുറച്ചാൽ 96,000 രൂപ കിട്ടും അല്ലേ. 96,000 രൂപ, 0 ആണ്, 96,000 രൂപ. ഇനി നമ്മൾ ഇങ്ങോട്ട് വരാം. ടോട്ടൽ നമുക്ക് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ളത് 96,000 രൂപയാണ്. എത്ര ഷെയറാണ് ഉള്ളത് നമ്മൾ ഇവിടെ കണ്ടെത്തിയണല്ലോ. 96,000 8,000. ഓക്കെ, ഒന്നും കൂടി മാറ്റി എഴുതി തരാം. 96,000 8,000 ഇക്വിറ്റി ഷെയറാണുള്ളത്. എങ്ങനെ? 8 ലക്ഷത്തിന് 100 കൊണ്ട് ഡിവൈഡ് ചെയ്ത്
അപ്പോൾ ഏണിംഗ് പെർ ഷെയർ EPS ഒരു ഷെയർ മേൽ എത്ര കിട്ടും? 96,000 രൂപ നമ്മുടെ കയ്യിലുണ്ട്. 8,000 ഇക്വിറ്റി ഷെയറുകളുള്ളത്. വളരെ സിമ്പിളായിട്ട് ഹരിച്ചാൽ നമുക്ക് 12 എന്ന് കിട്ടൂലേ. ഇങ്ങനെയാണ് ഏണിംഗ് പെർ ഷെയർ കാണാം. ഓക്കെ, വളരെ സിമ്പിളാണ്. നമ്മളെ പ്രോഫിറ്റ് എന്ന് നമ്മളെ ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എന്ന്. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്ത് ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് 3 lakh എന്ന് പറഞ്ഞിരുന്നു. അതിൽ നമ്മൾ ഡിബഞ്ചറിൻ്റെ ഇൻട്രസ്റ്റ് 1 lakh കുറച്ചു. പിന്നെ ടാക്സ് 40% കുറച്ചു. അതിൽ നിന്ന് എന്ത് ചെയ്തു? പ്രിഫറൻസ് ഷെയർ ആയി കൊടുക്കേണ്ടത് കൊടുത്തു. ബാക്കിയുള്ളത് നമ്മൾ ഇക്വിറ്റി ഷെയറിന് ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഇങ്ങനെയാണ് EPS കാണാൻ.